പ്പെടുത്തുന്നു. അടുത്തതായി റമദാനിൻ്റെ ഫളായിലു റമദാൻ എന്ന വിഷയത്തിൽ അല്പം സമയം നമ്മളോട് സംവദിക്കുന്നതിനു വേണ്ടി വന്യരായ മുസ്തഫ ഹുദവി ആക്കോട് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. വേദിയിൽ ഉപവിട്ടനായ പ്രവാസ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ അതിൻ്റെ തനിമയിൽ നിലനിർത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്ന മഹാന്മാരായ നേതാക്കളായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും ഒക്കെ ഗുണകാംക്ഷികളും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബാങ്ക് വിളിച്ചു. ജുമഅയുടെ ഒന്നാമത്തെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ സമയത്തല്ല, കുറച്ചുകൂടി നേരത്തെയാണ് നടത്തുന്നത്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നൽകപ്പെട്ട വിഷയം ഫളായിലു റമദാൻ, റമദാനിൻ്റെ ശ്രേഷ്ഠത എന്നാണ്. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ശ്രേഷ്ഠതയിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഒന്ന് രണ്ട് ചില ഭാഗങ്ങളൊക്കെ ഇന്നലെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറേ പണികൾ ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യൻ്റെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു, സ്വർഗത്തിൽ കടത്തി. നമ്മുടെ ഉമ്മ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ വസിച്ചിരുന്ന രണ്ടുപേരും അള്ളാഹു വിലക്കിയ ഖനി ഭക്ഷിച്ചപ്പോഴാണ് അള്ളാഹുവരെ ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിൻ്റെ കാരണം അള്ളാഹു വിലക്കിയത് ഭക്ഷിച്ചപ്പോൾ അവരുടെ ശരീരം അശുദ്ധമായി. അശുദ്ധിയുള്ള ആളുകൾക്ക് വസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം. ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, ജനിച്ചു വീഴുന്ന കുഞ്ഞ് സുന്ദരമായ പ്രകൃതത്തിൻ്റെ പേരിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവൻ്റെ സാഹചര്യങ്ങൾ ഓരോ സെക്കൻഡിലും അവനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തഹ്തരിഖൂന തഹ്തരിഖൂന, ഒരു ഹദീസിൽ അങ്ങനെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഓരോ സമയത്തും നിങ്ങൾ ഓരോ രീതിയിലുള്ള അശുദ്ധി, ശരീരത്തിൽ അശുദ്ധി വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഓരോ നിമിഷത്തിലും വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശുദ്ധീകരിക്കലാണ് സത്യത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മുഴുവൻ ലക്ഷ്യവും. ഒന്നാമത്തത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വിശ്വാസപരമായി ഒരാളെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നവൽ മുശ്രികൂന നജസുൻ. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, മുശ്രിക്കീങ്ങൾ നജസാൻ. അവിശ്വാസികൾ വിശ്വാസകാര്യത്തിൽ അവർ വെച്ചു പുലർത്തുന്നത് അശുദ്ധിയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നജസിൽ നിന്ന്, വിശ്വാസപരമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലാണ്. രണ്ടാമത്തത് നിസ്കാരം. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും സത്യത്തിൽ ചെയ്യുന്നത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്വർണം പിന്നെ ഒരു ചെറിയ ശുദ്ധി വരുത്തലൊക്കെ ആണെങ്കിൽ എന്തൊരു വെള്ളത്തിൽ മുക്കലുണ്ട് അല്ലേ? അത് ഈ ജ്വല്ലറിക്കാരോട് ചോദിച്ചാലേ തീരും. എനിക്ക് ഈ ജ്വല്ലറിയിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാൻ കഴിയില്ല. എന്തൊരു സാധനം അതിൽ മുക്കല പെട്ടെന്ന്. കൂടുതൽ ശുദ്ധി വരുത്തണമെങ്കിൽ പിന്നെ അതിന് ഓരോ ഘട്ടം, ഏറ്റവും പ്യൂറാക്കി തീർക്കുന്നൊരു ഘട്ടമുണ്ട്. അതേപോലെ നമ്മുടെ അശുദ്ധമായ ശരീരത്തെ ശുദ്ധി വരുത്തലാണ് ഓരോ കർമ്മം കൊണ്ടും ലക്ഷ്യമാക്കിയത്. നിസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താ? നമ്മൾ ശുദ്ധി വരുത്തലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, 5 നേരം ഒരാൾ നിസ്കരിക്കുന്നത്
ഒരാളുടെ വീടിൻ്റെ അടുത്തുകൂടെ ഒഴുകിപ്പോകുന്ന പുഴയിൽ വെച്ച് ഒരാൾ 5 നേരം കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ ഹൽ ബഖിയ മിൻ ഫീ ബദനിഹി അൽ ബഖിയ മിൻ ദറനിഹി ഷൈഉൻ, അയാളുടെ ശരീരത്തിലെ വല്ല അശുദ്ധിയും ബാക്കിയുണ്ടാകുമോ എന്ന് പുണ്യനബി ചോദിച്ചു. സ്വഹാബികളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയേ, അയാളുടെ ശരീരം പൂർണ്ണമായും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അതുപോലെയാണ് നിസ്കാരം. 5 നേരം ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ സുബൈ നിസ്കരിച്ചാൽ ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹറിൻ്റെ സുബൈൻ്റെ ഇടക്ക് വന്നു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ്. പടച്ച റബ്ബ് വലിയ റഹ്മാനാണ്. അസറാകുമ്പോൾ വീണ്ടും അയാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ പാപം പൊറുക്കാണ്. നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു കർമ്മമുണ്ട്, ഉളു എന്നാണ് പറയാം. ഉളു എന്തിനാണ് നമ്മൾ ഉളു ചെയ്യുന്നത്? ശുദ്ധി വരുത്താണ്. സത്യത്തിൽ നമ്മുടെ അവയവങ്ങളിൽ നിന്ന് തെറ്റുവരാൻ സാധ്യതയുള്ള അവയവങ്ങൾ ഏതാ? കണ്ണ്, ചെവി, വായ, നാവ്, കയ്യ്, കാല്, ഇതൊക്കെ കഴുകാണല്ലോ. ഈ അവയവങ്ങളാണ് നമ്മൾ ഈ കഴുകുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ വുളൂ ചെയ്യുമ്പോൾ അയാളുടെ മുഖം കഴുകുമ്പോൾ ആ മുഖം കഴുകി വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ആ വെള്ളത്തോടുകൂടെ അയാളുടെ കണ്ണുകൊണ്ട് നോക്കിയ പാപങ്ങളെല്ലാം ഒലിച്ചു പോകുന്നുണ്ട്. വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. അയാൾ കഴുകുമ്പോൾ കയ്യിൽ നിന്നൊലിച്ചിറങ്ങുന്ന വെള്ളത്തോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ തുള്ളിയോടുകൂടെ അയാളുടെ പാപം ഒലിച്ചു പോകുന്നു എന്ന പുണ്യനബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വുളൂ ശുദ്ധി വരുത്തലാണ്, നിസ്കാരം ശുദ്ധി വരുത്തലാണ്. സക്കാത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും. നബി അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് വാങ്ങണം. എന്നിട്ട് എന്താ പറഞ്ഞ്? സ്വദഖതൻ തുതഹിറുഹും. അവരുടെ സമ്പാദനത്തിൽ അവരുടെ സ്വത്തിൽ വന്നു ചേർന്ന മ്ലേച്ഛതകളെ ആ സക്കാത്ത് ഇല്ലായ്മ ചെയ്യാൻ കാരണമാകും എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് അങ്ങ് പിടിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒക്കെ ശുദ്ധിയാക്കലാണ്, എല്ലാം ശുദ്ധി വരുത്തലാണ്. ഹജ്ജ് എന്താ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അയാൾ പാപത്തിൽ നിന്ന് ശുദ്ധനാകും. ഹജ്ജ് ശുദ്ധി വരുത്തലാണ്, സക്കാത്ത് ശുദ്ധി വരുത്തലാണ്, ഷഹാദത്ത് ശുദ്ധി വരുത്തലാണ്, നിസ്കാരം ശുദ്ധി വരുത്തലാണ്. റമദാനും പരിശുദ്ധമായ റമദാനിലെ നോമ്പും മനുഷ്യനെ ശുദ്ധി വരുത്താനാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞത്, ഒരാൾ റമദാനിലെ 30 ദിവസവും നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇപ്പം റമദാനും ശുദ്ധി വരുത്തലാണ്. പുണ്യനബിയുടെ ഹദീസ് ഇങ്ങനെയാണ്, അർമല്ലാഹു ഫീഹി ദുനൂബ ഇബാദിഹിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ദോഷം മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എന്താ കാരണം? നിങ്ങൾ അള്ളാഹു റഹ്മാന, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. കാരുണ്യവാൻ. നിങ്ങളൊരു പകൽ പട്ടിണി കിടന്ന് എന്നെ വിചാരിച്ച് നിങ്ങൾ ചെയ്തു പോയ ദോഷം ഞാൻ പുറത്തു തരും. അവ്വലുഹു റഹ്മ വഅവസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. അതിൻ്റെ അവ്വൽ റഹ്മത്തുൻ, കരുണയാണ്. കരുണ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാരുണ്യാണ് അള്ളാഹുവിൻ്റെ. നിങ്ങൾ ചെറുത് ചെയ്താൽ മതി, സാരില്ല, നിങ്ങളെന്ന് വന്നതൊക്കെ ഞാൻ പുറത്തു തരും. ഇത്ര വലിയ കാരുണ്യവാനാണ് റബ്ബ്. മനുഷ്യൻ നേരെ ഓപ്പോസിറ്റാണ്. ഓനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ എത്ര ഓനോട് മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാലോ മുഖം തിരിച്ചു കളയും. അതിൽ നിന്ന് വിരുദ്ധനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ കാരുണ്യമായിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. റമദാനിൻ്റെ മഹത്വത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാൻ, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണല്ലോ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ക്ഷണിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത വിയർപ്പ് ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ അംശം ഞങ്ങളുടെ ശരീരത്തിലുള്ളത് കൊണ്ട് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഓടിയെത്തണം എന്ന് കരുതി ഓടിയെത്തുന്നത്. കുറച്ചുകൂടി നേരത്തെ ഞാൻ എത്താമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ കരുതി, പക്ഷെ അവിടെ കയറിയപ്പോൾ തോന്നി എനിക്ക് വൈകിയെത്തിയത് തന്നെ നന്നായത്. കാരണം കുറച്ചുകൂടി നേരത്തെ വന്നെങ്കിൽ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇല്ല, പിന്നെ നമുക്ക് അൽക്കോഫൊക്കെ ഓതേണ്ടി വരില്ല. ചിലപ്പം ഉച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലത്തെ അൽക്കോഫ് മുടങ്ങാൻ ഞാൻ കാരണമാവും. നമുക്ക് പിന്നെ സംസാരിക്കാമല്ലോ ഇൻഷാ അല്ലാഹ്. ഇടക്കിടക്ക് മക്കത്ത് വരുന്നല്ലേ, പിന്നെ ഇടക്കിടക്ക് ഇവിടെ വരുന്നല്ലേ, നിങ്ങൾക്കൊരു സുഖമുണ്ട്. ഞാൻ നേതാവെന്നല്ല പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും നിങ്ങൾ പോണ ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാ പ്രഗത്ഭരായ നേതാക്കളെയും ഒരു 5 പൈസ ചിലവില്ലാതെ കിട്ടുന്നതാണ്. വേറെ ഏത് ഗൾഫുകാരാണെങ്കിലും ശരി, ഓൾക്ക് ടിക്കറ്റിൻ്റെ പൈസയെങ്കിലോ വിസ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്താലും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹു ഒരു സൗഭാഗ്യം കൂടെ ചെയ്ത നാടാണ്
നിങ്ങൾ ജീവിക്കുന്ന ഈ നാട് അൽഹംദുലില്ലാ കേരളത്തിലെ സമസ്തൻ്റെ ഒരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പൈസയില്ലാതെ ഒരു സ്വീകരണം കൊടുക്കാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ ചിലപ്പോൾ പ്രസിഡൻ്റായ ഉടനൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ വരുന്നുണ്ടാവും, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടുന്ന നാടാണ് ഞങ്ങളുടെ നാട് അൽഹംദുലില്ലാ. അല്ലാഹു എല്ലാ നിഅമത്തിനും ശുക്റുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇപ്പം ശുദ്ധി വരുത്തലാണ്, ആ ശുദ്ധിയുടെ അർത്ഥത്തിൽ തന്നെയാകണം നോമ്പ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നോമ്പിന് എന്തൊക്കെ നമ്മൾ ചെയ്യണ്ടോ അതിനൊക്കെ പ്രതിഫലം അള്ളാഹു കുറേ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ എല്ലാ അമലും എടുത്തു പറഞ്ഞ പ്രതിഫലം എന്താ അറിയോ? നിങ്ങളെ ഞാൻ ശുദ്ധിയാക്കി തരും എന്നാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചാൽ ഞാൻ അവൻ്റെ ദോഷം പുറത്തുതരും. ഒരാൾ നോമ്പിന് മറ്റൊരാൾ നോമ്പ് തുറപ്പിച്ചാൽ ഞാൻ അവൻ്റെ ദോഷം പുറത്തുതരും. എന്ത് പറഞ്ഞപ്പോഴും ഞാൻ ശുദ്ധിയാക്കി തരും എന്ന് ഒന്നാമതായി എടുത്തുല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കാരുണ്യവാനാണ് റബ്ബ്, ദയാലുവാണ് റബ്ബ്. അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ത് എന്ന് നമുക്കറിയില്ല, നമ്മളതിന് വിധേയമാവുകയാണ്. പടച്ച റബ്ബ് നമുക്ക് ഓശാരമായി തന്ന ഈമാൻ അത് കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ. അത് നമ്മൾ ചെയ്യേണ്ടത് ഓശാരമായി തന്നതാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങളുടെ അയൽപ്പക്കത്തൊക്കെ, ഞാൻ വിഷയമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ അയൽപ്പക്കത്തില്ലേ രാമനും കൃഷ്ണനും ഹരീന്ദ്രനൊക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തേ അവരവരുടെ മതത്തിൽ അതിശക്തമായി വിശ്വസിച്ച് നിൽക്കുന്നത്? ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ വലിയ ഒരു കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ജനിച്ചത് ഇതിലായില്ലേ, ഇങ്ങനെ മരിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തതെങ്കിൽ ഈ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം, ആ സൗഭാഗ്യത്തിൻ്റെ വില നിങ്ങൾ ചിന്തിച്ചു നോക്കാനായിരുന്നു നമ്മൾ ജനിച്ചതെങ്കിൽ നഅൂദുബില്ല നമ്മളും ചിലപ്പോൾ അങ്ങനെ ഭരണകൂട്ടത്തിലായി പോകുമായിരുന്നില്ലേ? അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ്. ശുക്റുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു നൽകിയ ഈ വിശ്വാസം പരിപൂർണമായി കാത്തു സംരക്ഷിക്കണം. നമ്മുടെ കയ്യിലോ നമ്മൾ പെരുമാറുന്ന നമ്മുടെ അടുത്തോ ഉള്ള ഒരു വസ്തുവിലൂടെയും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലും നമ്മളാരും ഇടപെടരുത് എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബന്ധം എന്നും നിലനിൽക്കുന്ന നല്ല ബന്ധമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇന്നലെയും നമ്മൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയത്. നമ്മളെ അഷ്റഫ് ഭായി നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ച് അപ്പോൾ അതിൽ പങ്കെടുക്കാനൊക്കെ കഴിയാതെ പോയി ഒക്കെ ഒരു ചെറിയ പ്രയാസം. മാത്രമല്ല മുമ്പ് വലിയൊരു പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഉസ്താദുമാർക്ക് അത് ഇവിടെ SYSO ഇതന്നെ ഇസ്ലാം സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്. ഉസ്താദുമാർക്ക് വലിയ സഹായം കൊടുക്കാൻ നല്ല. ഞാനൊരു ഉസ്താദായതുകൊണ്ട് പിന്നെ പറയുന്നൊരു സുഖം ഉണ്ടാവില്ല, എന്നാലും എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് പറയാമല്ലോ ധൈര്യത്തിൽ. പാവം ഉസ്താദുമാരുടെ വിഷയം ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമില്ലേ നമ്മൾ പഠിച്ച ഡിഗ്രിക്ക്, അതങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ഈ കോണ്ടാക്ട് ക്ലാസ്സിന് പോയ സമയത്ത് ഇത് എടുക്കണ സാറോട് ചോദിച്ചു, നിങ്ങളെ ശമ്പളം എത്രയെന്ന് ചോദിച്ചു. അപ്പം 40,000 രൂപ അന്ന്. ഞാൻ അങ്ങനെ ആലോചിക്കാം, ഇയാൾ എഴുതിയ ലോകത്തെ ഏറ്റവും വലിയൊരു തമ്മാടി എന്ന് വേണേൽ പറയാം. അയാൾ എഴുതിയ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന സാറിൻ്റെ ശമ്പളം 40,000. അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ശമ്പളം 1350 രൂപ അന്ന്. ഇപ്പോൾ കുറച്ച് കൂടി എന്ന് പറഞ്ഞാൽ 2000 എന്നൊക്കെ പറയാം. ഒരു കൊല്ലം കമ്മിറ്റിക്കാരെ കൂടെ 10 ആൾക്കാരെല്ലാം ആ നാട്ടിൽ വലിയ പ്രഗത്ഭരായ ആളുകളെ കൂടി ഇരുന്നിട്ട് ഉസ്താദുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. ഇത്ര വർദ്ധിപ്പിച്ച് 65 രൂപ. ഒരു കൊല്ലത്തെ വർധനവാണ് അള്ളാഹുവിൻ്റെ കലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു നിങ്ങളോട്, നമ്മളെല്ലാ വിഭാഗത്തെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലും ഈ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, എനിക്കത് പറയാൻ മടിയുണ്ട്, ഞാനൊരു മേഖലയുള്ള ആളായതുകൊണ്ട്, പക്ഷേ എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് നിങ്ങളൊന്നും തരരുത് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്താം, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും. എന്താ കാരണം അറിയും? ഏതൊരു ഉസ്താദിനാണെങ്കിലും ഏത് ഉസ്താദന്മാർക്കും താടിക്ക വിളിച്ചൊരു പാൻ്റൊക്കെ ഇട്ടിട്ട് ഗൾഫിക്ക് വന്ന ഇപ്പം ഞാൻ കൂടി വരുന്ന സമയത്ത് കാറുന്നൊരു അറബി ഒരു തമിഴ്നാട്ടുകാരനോട് സംസാരിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു എന്തോ ഒരു ജോലി എന്തോ പറഞ്ഞപ്പോൾ മുഅല്ലിം എന്ന് പറഞ്ഞാൽ മറ്റേ മുഅല്ലിം ദജാജ് നമ്മളെ നാട്ടിൽ മുഅല്ലിം തന്നെയുള്ളൂ. അപ്പോൾ മുഅല്ലിം ദജാജാണ് അവൻ തോന്നുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ പേര് ജിസാനിൽ 2500 രൂപ അൽഫൈൻ വഖംസുമിയ ഞാൻ ശമ്പളം തരാം. അപ്പോൾ തമീന്ന് മട്ട പറഞ്ഞു, ഞാൻ എന്താ കഥ നീ പറഞ്ഞ കളവാന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്നെ കളവാക്കണോ വെച്ചു. ആ കളവാണ്. എന്താണെന്ന് വെച്ചു, കുല്ലു ഹിന്ദി 1500 രൂപേൻ്റെ മേലെ നിങ്ങളാരും കൊടുക്കൂല. അപ്പം പറഞ്ഞു, വല്ലാജ് ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് ഇറങ്ങി വാ, ഞാൻ എനിക്ക് തരാം 2500 രൂപയാണ്. ഞാൻ ചോദിക്കണത്, മുഅല്ലിം ദജാജാകാൻ വലിയ പണിയൊന്നുമില്ല. ഇവിടെ നിന്നിട്ട് ഒരു 4-5 മാസം നിന്നാൽ മുഅല്ലിം ദജാജാവും. മുഅല്ലിമിൽ ഖുർആൻ ആവൂല എന്നുള്ളൂ.
മുഅല്ലിം ദജാജാവും 2500 റുപ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 റുപ്യൻ്റെ അടുത്തായില്ലേ. എല്ലാ ഉസ്താമാരും കയറിപ്പോന്ന ആര് പഠിപ്പിക്കും ഈ ഖുർആൻ? അതുകൊണ്ട് വളരെ ശക്തമായി നമ്മുടെ ശ്രദ്ധാഭാഗത്തേക്ക് ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിയും അള്ളാഹു ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ ആദരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ നൽകുന്ന സ്നേഹത്തിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മറിച്ച് റബ്ബിൻ്റെ സ്നേഹം പകരമായി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നേരം താമസിച്ചു പോയെങ്കിലും നിങ്ങളോട് വെറുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ ടാക്സിക്കാരെ ഓലി 5 ആളാവാതെ 5 ആളാവാതെ 5 ആളോ ആവാതെ പോലും പോരൂല. ഇവന് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് കയറ്റിയിട്ട് പിന്നെ വേറെ വഴി കൂടെ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ പോകണം. അങ്ങനെ ഒരു മിസ്സിന് ദേഷ്യം ഇറങ്ങിപ്പോയപ്പോൾ 2 ആളെ കിട്ടിയപ്പോൾ ഒരുത്തം പോയി. അപ്പോൾ പിന്നെ അവന് വഴിന്ന് പിന്നെ ഞങ്ങളിങ്ങനെ ചൂടാക്കിയപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ പോവാം 20 നിങ്ങൾ തരുമെന്ന് വെച്ചു. ഓരോരുത്തർ 20 തരാണേ പോവാണ്. മറ്റുള്ള ഇനി അവൽ കരാം ഹംസാഷറൻ ഞങ്ങൾ ഒരു പൈസ അധികം തരൂല. അപ്പോൾ ഓല് പോകുന്ന വഴിക്കിറങ്ങി എന്നോട് ഇവിടെ ഇറങ്ങാൻ സമയത്ത് എന്നോട് പറഞ്ഞു നീ 20 തരണം തരുമോയെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം ബാക്കിൽ ബാഗുണ്ട്. ഞാൻ ഇറങ്ങണ സമയത്ത് പിന്നെ വണ്ടി വിട്ടുവിട്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്നോടൊന്നും പറയാൻ നിന്നില്ല. ഞാൻ 20 കൊടുത്തപ്പോൾ എന്നോട് എൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു മുസ്തഫ. ഉമ്മൻ്റെ പേരെന്താ? ഖദീജ. എന്നോട് ജുമാ നമസ്കരിച്ചിട്ട് ഞാൻ എവിടുത്തെ പള്ളിയിൽ നമസ്കരിക്കണേ ഞാൻ അങ്ങ് വേണ്ടി ദ്വാരക്കും. അപ്പോൾ എനിക്ക് തോന്നി ഒരു 5 റിയാൽ അയാൾക്ക് അധികം കൊടുത്തപ്പോഴുള്ള സന്തോഷം എന്തോ പ്രയാസം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.